മൗനരാഗത്തിലാണെങ്കിൽ നമ്മുടെ സരയുണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ആ മനോഹർ പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. ഇനി എനിക്ക് കിരണേട്ടനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആ മനോഹറിനെ താൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കും. തനിക്ക് കിരണേട്ടന് മതി, മനോഹർ എന്ന ദുഷ്ടന് വേണ്ട എന്ന് സരയു പറയുന്നത് കാണാൻ കഴിയും. അല്ല മോളെ, ഇത് എങ്ങനെ സാധിക്കാനാ? അതൊക്കെ നടക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നടക്കുമേ, ഞാൻ ആ മനോഹരനെ ഇല്ലാതാക്കാനായിട്ട് പോവുകയാണ്, അവനെ കൊല്ലാനായിട്ട് പോവുകയാണ് എന്ന് സരയു പറയുകയാണ് കേട്ടോ. ഇവിടെ മനോഹരനെങ്കിൽ പ്രകാശനോട് സംസാരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രകാശൻ പറയുന്നുണ്ട്, നീ പോയി നല്ല വണ്ണം ജീവിക്കാനായിട്ട് നോക്ക്. എനിക്കൊരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്താനായിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ നിൻ്റെ തെറ്റൊക്കെ തിരുത്തി, നിനക്ക് തെറ്റ് തിരുത്തി ജീവിക്കാനുള്ള അവസരം വരെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനോഹർ, നീ ഇനി പഴയ ജീവിതം ഒരിക്കലും തിരഞ്ഞെടുക്കരുത്, പഴയ ജീവിതം നയിക്കരുത് എന്ന് പറയുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നൊന്നുമില്ല. ഇനി സരയുൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതുതന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം അങ്ങനെ മനോഹർ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങാനായിട്ട് പോകുമ്പോൾ സരയു മനോഹറിനെ കൊല്ലാനായിട്ട് ഇവിടെ വിഷം വാങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മനോഹറിനെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാനായിട്ട് സരയു പദ്ധതി മെനയുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്